ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കുമൊക്കെ അതിശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. വീട്ടിലേക്ക് തള്ളിക്കയറുകയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. അവരുടെ ഔദ്യോഗിക വസതി, തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് ആ ഗേറ്റ് മറികടന്ന പ്രവർത്തകർ വാതിലിൽ റീത്ത് വെച്ചു എന്നതാണ് സാഹചര്യം. ഇതാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് നടന്ന പ്രതിഷേധമാണ്, അതിശക്തമായ പ്രതിഷേധമാണ്. കാരണം ഔദ്യോഗിക വസതി എന്ന് പറയുന്ന മന്ത്രിമാരുടെ ഔദ്യോഗിക വസതി വലിയ സുരക്ഷകൾക്കിടയിൽ നടക്കേണ്ട ഇടമാണ്. പക്ഷേ അവിടെ എന്താണ് സുരക്ഷാ പിഴവെന്നത് കൂടി ശ്രദ്ധേയമായ കാര്യമാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സുരക്ഷയെ മറികടന്ന് എങ്ങനെ പ്രവർത്തകർ അവിടെ എത്തിയെന്ന ചോദ്യം. മറ്റൊന്ന്, ഈ പ്രകടനം, ഈ റീത്ത് വയ്ക്കുക പോലെയുള്ള പ്രതിഷേധം അല്പം അതിര് കടന്നോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന്? ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം മുതൽ മന്ത്രി വീണ ജോർജിനെതിരെ പ്രസ്താവനകളും പ്രതിഷേധങ്ങളുമൊക്കെ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മന്ത്രി വസതിയിൽ ഇല്ലാതിരുന്ന സമയത്താണ് രാവിലെ 7:30-യോടെ 30ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമായി വഴുതക്കാടുള്ള മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് എത്തിയത്. ആ സമയത്ത് സാധാരണയായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥർ മാത്രമാണ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസിനെ വിന്യസിക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലീസിന് ലഭിച്ചിരുന്നുമില്ല. എന്തായാലും 7:30-യോടെ പെട്ടെന്ന് 30ഓളം പ്രവർത്തകർ ഈ വസതിക്ക് മുമ്പിലേക്ക് എത്തുന്നു. അതിൽ ചിലർ ഇതിന്റെ ഗേറ്റ് ചാടിക്കടന്ന് ഔദ്യോഗിക വസതിയുടെ പ്രധാന വാതിലിന് മുമ്പിൽ റീത്ത് വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ ചീമുട്ടയെറിഞ്ഞും പ്രതിഷേധിക്കുന്നു. ഏതാണ്ട് വയർലെസ് സെറ്റിനോട് ഈ സന്ദേശം കൈമാറി 20 മിനിറ്റ് ആകുന്ന സമയത്ത് മാത്രമാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് ഇവരെ നിയന്ത്രിക്കാനായി എത്തുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് അവരെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് തള്ളിമാറ്റുകയും തുടർന്ന് 6-ലധികം പേരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഒരു തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി എന്ന് വേണം പറയാൻ. കാരണം സാധാരണയായി ഇത്തരം പ്രതിഷേധങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസ് അതിനുള്ള മുൻകരുതൽ സ്വീകരിക്കുന്നതാണ്. കൂടുതൽ സേനാംഗങ്ങളെ വിന്യസിക്കുകയും ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അതിനുള്ള സാവകാശമൊന്നും ഉണ്ടായില്ല. അതീവ രഹസ്യമായിട്ടാണ് പോലീസിന് അങ്ങനെ ഒരു വിവരം കൈമാറാത്ത തരത്തിലാണ് ഇങ്ങനെയൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. അതിൽ ഈ അത്തരത്തിലൊരു പ്രതിഷേധ ശൈലിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കളൊക്കെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, സമീപകാലത്തൊന്നും ഒരു മന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ചാടിക്കയറി ഇത്തരത്തിൽ കടുത്ത ഒരു പ്രതിഷേധം പ്രതിപക്ഷ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധത്തിനെതിരെ വലിയ തരത്തിലുള്ള ഒരു വിമർശനവുമായി ഇടത് കേന്ദ്രങ്ങൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും DCP-യുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വസതിയിലെത്തി പരിശോധനകൾ നടത്തി. വരും ദിവസങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്ന പരിപാടികൾക്കും അതോടൊപ്പം ഔദ്യോഗിക വസതിക്കും കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും സുരക്ഷാ വീഴ്ചയുടെ പേരിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. കാരണം അത്തരത്തിലൊരു സെക്യൂരിറ്റി ലാപ്സ് പ്രാഥമികമായി സംഭവിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ എത്തുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് തൊട്ട് സമീപത്താണ് ആരോഗ്യമന്ത്രിയുടെ വസതി. ആ വസതിയിലേക്ക് വളരെ അപ്രതീക്ഷിതമായി ഈ 30ഓളം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുകയും അവിടെ നടപടിയെടുക്കാൻ പോലീസിനെ ഏറെ ഒരു 10-20 മിനിറ്റോളം വൈകുകയും ചെയ്യുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അതൊരു സുരക്ഷാ വീഴ്ചയെ തന്നെ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അതിൽ ഒരു നടപടിയിലേക്ക്, ഉദ്യോഗസ്ഥ തലത്തിലൊരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്കെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് പലയിടങ്ങളിലും ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്തിന് സമാനമായ മറ്റൊരു നീക്കം പത്തനംതിട്ടയിൽ നടന്നു. വീണ ജോർജ് പങ്കെടുത്ത പത്തനംതിട്ട ടൗൺ ഹാളിലെ പരിപാടിയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെ കൂകി വിളിച്ചു. LDF പ്രവർത്തകർ പ്രതിരോധിച്ചതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നു എന്നതാണ് സാഹചര്യം. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ശശിനാരായണൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവിടെ സംഭവിച്ചത്?
സജിത്തെ, മന്ത്രി വീണ ജോർജ് പങ്കെടുത്ത പരിപാടിയിലാണ് ഇത്തരമൊരു ഈ കോൺഗ്രസും അതുപോലെ തന്നെ സിപിഎം പ്രവർത്തകരും തമ്മിലൊക്കെ ഏറ്റുമുട്ടുന്ന ഒരു വക്കിലേക്ക് എത്തിയത്. അത് പ്രധാനമായും എൽ ഡി എഫ് പ്രവർത്തകരുണ്ട്, പക്ഷെ പ്രധാനമായും ഈ വികസന പ്രവർത്തനങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒപ്പം ഈ ആശുപത്രിയിലെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ ടൗൺ ഹാളിൽ പരിപാടി നടന്ന സ്ഥലത്തേക്ക് എത്തിയത്. തുടർന്ന് എൽ ഡി എഫ് പ്രവർത്തകർ തടയാൻ ശ്രമിച്ചു. മന്ത്രിയും ഒപ്പം ഈ മന്ത്രിക്കെതിരെ പ്രവർത്തകർ കൂവി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും പോലീസും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും ഒന്നും തള്ളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റ് സംഘർഷങ്ങളോ കാര്യങ്ങളോ ഇപ്പൊ ഇല്ലെങ്കിൽ തന്നെ ഈ പ്രതിഷേധക്കാർ ഈ ഹാളിനുള്ളിലേക്ക് കയറി മന്ത്രിയെ കൂവി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പറയുന്ന നടക്കാത്ത പദ്ധതികളെ കുറിച്ച്, അതായത് പത്തനംതിട്ടയിൽ നടക്കാത്ത പദ്ധതികളെ കുറിച്ചുള്ള കാര്യങ്ങൾ നടത്തിയെന്ന് വരുത്തി ചേർത്ത് ഉദ്ഘാടന മാമാകം നടത്തുന്നു. ഒപ്പം ഈ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവുകൾ, ഇത്തരം കാര്യങ്ങളിലെല്ലാം മന്ത്രിക്ക് ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് മന്ത്രിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, ഗുരുതരമായ വീഴ്ചയാണ്. അതിനെതിരെയാണ് തങ്ങൾ പ്രതിഷേധിക്കുന്നതാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത്. അതേസമയം സ്വകാര്യ ആശുപത്രിയിൽ നടന്ന ചികിത്സാ പിഴവിനെ കുറിച്ച് കോൺഗ്രസോ മറ്റാരെങ്കിലോ ഇതുവരെ പ്രതിഷേധം നടത്തിയിട്ടുണ്ടോ? കൃത്യമായ നടപടി വണ്ടാനം മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തന്റെ വീട്ടിൽ അതേ വസതിയിൽ കൊണ്ട് വീട്ടുവെച്ച കാര്യങ്ങളടക്കം കോൺഗ്രസ് പ്രവർത്തകർ ചെയ്യുമ്പോൾ സ്വകാര്യ മേഖലയിൽ നടത്തുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നടത്താൻ തയ്യാറായിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി മന്ത്രി ചോദിക്കുന്നു. ഒപ്പം രണ്ട് ഭാഗം തമ്മിൽ വാക്കേറ്റമുണ്ട്. പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായ രണ്ട് വിഭാഗത്തെയും അവിടെ നിന്നും മാറ്റാനുള്ള നടപടികളും നടന്നു വരികയാണ്. പത്തനംതിട്ടയിലും പ്രതിഷേധമാണ് ഉണ്ടായത്. വീണ ജോർജ് അതിശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുന്നതാണ് സാഹചര്യം. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും രൂക്ഷമായി വിമർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് ഭയമാണ്, വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധം സതീശൻ പറഞ്ഞിട്ടെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഇത് കേരളം കേൾക്കട്ടെ, ഇത് കേരളം കേൾക്കണം എന്നുള്ളതാണ്. ഇത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമമാണ്. വി ഡി സതീശന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഈ അതിക്രമം നടത്തുന്നത്? അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദയനീയമായ പരാജയം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള ബോധ്യം, അത് അവരോട് ആദ്യം പറഞ്ഞത് കനകോലുവാണ്. കനകോലു പറഞ്ഞിരിക്കുന്നു, സർക്കാരിനെതിരെയുള്ള ഒരു വികാരമില്ല, ഒരു സർക്കാർ വിരുദ്ധ വികാരമില്ല എന്ന് അവരുടെ തന്നെ ഉപദേഷ്ടാവ് അവരോട് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഏത് വിധേനയും നീചമായ മാർഗങ്ങളിലൂടെ അതിക്രമം നടത്തി എങ്ങനെയും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ ഹീനമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന വീടും എനിക്കുമെതിരെ നടന്ന ഒരു ആക്രമണം, അത് എന്തിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ? ഇതാണ് വീണ ജോർജ് ചോദിക്കുന്ന ചോദ്യം. എന്തുകൊണ്ട് തനിക്കെതിരെ മാത്രം പ്രതിഷേധമെന്ന ചോദ്യമാണ്. മന്ത്രിയുടെ വീട്ടിൽ ചാടിക്കയറി റീത്ത് വയ്ക്കുന്നത് അത്യന്തം ഗൗരവതരമായ സംഭവമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അറിഞ്ഞുകൊണ്ട് നടത്തിയ സമരമാണിത്. ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. യൂത്ത് കോൺഗ്രസിന്റെ വിരട്ട് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്നും മന്ത്രി പറയുന്നു. ഒരു മന്ത്രിയുടെ വീട്ടിനകത്ത് ചാടിക്കയറി മന്ത്രിയുടെ റീത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്യന്തം ഗുരുതരവുമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള സമരമാണ്. യൂത്ത് കോൺഗ്രസുകാർ അങ്ങനെയൊന്നും ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമരമാർഗം സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഒറ്റപ്പെടുത്തി വിരട്ടാനൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വിരട്ടിലൊന്നും പുറകോട്ട് പോകുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ മന്ത്രിമാരും. ആരോഗ്യരംഗത്ത് പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം ചർച്ച ചെയ്യാം. ഒരു പുകമറ സൃഷ്ടിക്കാൻ, ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഈ വിരട്ട് സമരമൊന്നും അത് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള കാര്യമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്തായാലും ഈ സമരത്തെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമാണ്, ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിര് കടന്ന പ്രതിഷേധങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും ഒക്കെ തന്നെയാണ് എന്നൊരു സാഹചര്യമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.